നീ ഏതാടി പഠിക്കണേ? ജിയോഗ്രഫി. എന്ത്? ജിയോഗ്രഫി. എല്ലാം മനസ്സിലാവണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് ശ്രദ്ധ ബാക്കി കാര്യത്തില്ല, മുഖം മാത്രം അതിലിരിക്കും. ഈ വെള്ളം കണ്ടുപിടിച്ച ആൾക്കാർ ആരാണാവോ? തല്ലിക്കൊല്ലണം. നിന്റെ തന്ത ഹവീൽദാര് വീരഭദ്രൻ നായർ. ക്ലീറ്റ് എന്തിനാ ക്ലീറ്റ് നേരം വിളിക്കാൻ എന്റെ അച്ഛനെ പറയണത്? ഞാൻ നിങ്ങളുടെ വീട്ടുകാരെ പറയണില്ലല്ലോ. നേരം വെളുക്കുമ്പോൾ നിനക്ക് എന്റെ വെള്ളം അതിനെ കുറ്റം പറയല്ലേ? പിന്നെ ഇത് തിരുമ്മി വെളുപ്പിക്കണ ഞാനല്ലേ? ഓ പിന്നെ എടി, ഇതിന്റെ ഒരു മഹത്വം എന്താ നിനക്കറിയാമോ? ഇത് സമാധാനത്തിന്റെ പര്യായമാണ്. ആണോ? ആ, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇത് ഞാനിട്ടുണ്ട് നടക്കാം. എന്തിന്? 14 വർഷമായില്ലേ ഞാൻ നിങ്ങളെ സഹിക്കാൻ തുടങ്ങിയിട്ട്. ആ സമാധാനത്തിനുള്ളതേ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഇപ്പൊ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് കിട്ടേണ്ടതാണ്. പഠിക്കടി അങ്ങോട്ട്. വലിയ വർത്താനം പറയണോളൂ. അവക്ക് കാര്യങ്ങൾ അറിയാന്നേ. എങ്ങനെ അറിയാതിരിക്കും? നിന്റെ അല്ലേ ഇടി വിത്ത്. ഓ, ഈ വെള്ളക്ക് വേറൊരു വലിയ മഹത്വം ഉണ്ട്, അറിയാമോ? സത്യസന്ധതയുടെ പര്യായമാണിത്. കണ്ടടിച്ചോ സത്യസന്ധത ക്ലീറ്റോടെ അത് ഓർത്തപ്പോ ഇങ്ങനെ വെമ്പല് വന്നതാ. കറണ്ട് അടിച്ചാ മതിയായിരുന്നു. ഇത് നിനക്കെന്താണോടി? ക്ലീറ്റോ ഇന്ന് പുറത്തു പോയിട്ട് വരുമ്പോഴേ ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ? ബിരിയാണിയാ? ഇതിന് പെട്ടെന്ന് ബിരിയാണിക്ക് എന്ത് വിശേഷം അവിടെ? പറയടി. അതെ, ക്ലാസ്സിൽ എല്ലാവരും ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെ കൊണ്ടുപോകും. ഞാൻ മാത്രം ദിവസം ചോറ്. ഒരാരും എനിക്ക് തലയില്ല. ഓ അങ്ങനെയാണ്. അത് നീ വിഷമിക്കണ്ട. ഡാഡിക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡാഡി ബിരിയാണി ആയിട്ട് തന്നെ മേടിച്ചുണ്ടോന്ന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? മോളെ ഇല്ല, ബിരിയാണി കിട്ടൂല. ഓ എന്റെ ക്ലീറ്റോ, കൊറേ കാലമായിട്ട് നിങ്ങൾ ഈ മീറ്റിംഗും കൂടി നടക്കണം. ഒന്നും നടന്നിട്ടില്ലല്ലോ. ബിരിയാണി ഇല്ല. ആ എന്നാ ഈ മീറ്റിംഗ് അതുപോലെ അല്ല. ഈ മീറ്റിങ്ങിന് കുറെ പ്രത്യേകതകളുണ്ട്. അതെ, മോക്ക് മട്ടൻ ബിരിയാണി വേണോ ചിക്കൻ ബിരിയാണി വേണോ? എനിക്ക് ബീഫ് ബിരിയാണി മതി. ഓ, എന്നിട്ട് വേണം അത് വാങ്ങാൻ പോകുമ്പോ ഇനി എന്നെ അവനേലും തല്ലിക്കൊല്ലാൻ. എനിക്ക് വേണ്ട, ചിക്കൻ തന്നെ മതി. വാങ്ങിച്ചു തരുമോ? എന്തായാലും അച്ഛൻ്റെ മീറ്റിംഗ് കഴിയട്ടെ. നടരാജ, ഇന്നത്തെ മീറ്റിംഗ് എന്തായാലും ഗംഭീരമായിരുന്നു. എടുത്ത തീരുമാനം അതിനേക്കാളും മികച്ചത്. പിന്നെ അതിനകത്ത് ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. ഈ കോലം കത്തിക്കണമെന്ന് നേതാക്കന്മാർ പറഞ്ഞാലേ അത് കത്തിക്കുമ്പോൾ ഒരു അന്തസ്സായിട്ടൊരു കോലം കത്തിക്കണ്ടേ? ഒരു 500 രൂപയ്ക്ക് നമ്മൾ എന്ത് കോലം എടുത്തിട്ട് കത്തിക്കാൻ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോലം കത്തിക്കാൻ നമ്മൾ സെക്രട്ടറിയുടെ നടയിലാണ് പോണത്. അപ്പം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൃത്തിക്ക് തന്നെ ചെയ്യണം. നീ ഇതിനു മുമ്പ് കോലം കത്തിച്ചിട്ടുണ്ടോ? ഞാൻ കോലം കത്തിച്ചിട്ടില്ല. പിന്നെ എൻ്റെ വീട് വയ്ക്കുമ്പോൾ ഞാൻ കോലം മുകളിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അയ്യോ, അങ്ങനെയുള്ള പരിചയമുള്ളൂ അല്ലേ? നിനക്കറിയാമോ ഞാൻ എങ്ങനെയാണ് നമ്മുടെ പാർട്ടിയിൽ വന്നതെന്ന്? കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞങ്ങൾ പിന്നെ നമ്മുടെ വൈസ് ചാൻസലറുടെ ഒരു കോലം കത്തിപ്പ് ഉണ്ടായിരുന്നു. അന്ന് കോലം പിടിച്ചോണ്ട് നിന്ന ആളാരാ? ഞാൻ. അന്ന് ഞാനല്ലേ പെട്രോൾ ഒഴിച്ച് ഈ കോലം പടക്കനൊക്കെ കത്തിച്ച്. നമ്മളെ നേതാക്കന്മാരൊക്കെ ഇത് കണ്ടിട്ടേ അന്ന് ഏത് പയ്യൻ ഇത്ര ആവേശം നമ്മുടെ പാർട്ടിക്ക് ഇങ്ങനെ കോലം കത്തിക്കാൻ മിടുക്കനായിട്ട് നിൽക്കണല്ലോ എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവരെന്നെ നോക്കി വൈകുന്നേരമായപ്പോൾ എന്നെ വിളിക്കുന്നു. പിന്നെ നമ്മുടെ പാർട്ടിയുടെ നമ്മുടെ സ്റ്റുഡൻസ് വിങ്ങിൻ്റെ നേതാവായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പടിയായിട്ട് ഞാൻ ഇങ്ങനെ കയറി വന്നു. അന്നൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. ഇപ്പം നമ്മൾ അണികൾക്കൊന്നും അത് പോരെന്നേ. കാരണം ഈ കോലം കത്തിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരുത്തനും അതിന് വേണ്ടിയിട്ട് ഒരു ഉഷാറ് കാണിച്ചില്ല. അപ്പം നമുക്ക് കോലം കത്തിക്കുമ്പോൾ അതിൻ്റെ രീതിക്ക് തന്നെ കത്തിക്കണം. നീ വാ. നീ ഇറങ്ങ്, ഇരുന്ന് സുഖം പിടിച്ചാ. അപ്പോ നടരാജൻ ഇതുവരെ നമ്മുടെ പാർട്ടിയിൽ വന്നിട്ട് ഒരു കോലം കത്തിക്കാനോ കോലം പിടിക്കാനോ നിന്നിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു കോലം കത്തിക്കാനുള്ള ഒരു അവസരം തന്നാൽ കത്തിക്കാമോ? കത്തിക്കാം. ഈ കോലം കത്തിച്ചാലുള്ള ഗുണം എന്തെന്നറിയാമോ? ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലാവുമ്പോൾ നിറയെ ചാനലുകാർ കാണും, ആൾക്കാർ മുഴുവനും കാണും, പോലീസുകാർ കാണും. ഈ കത്തിക്കിടത് ആരാണെന്ന് എല്ലാവരും നോക്കി വെക്കും. അപ്പൊ നീ അങ്ങ് പ്രശസ്തരാവുകയാണ്. ഈ ഒരു കോലം കത്തിപ്പ് കൊണ്ട് തന്നെ നിന്നെ എല്ലാ നേതാക്കന്മാരും ശ്രദ്ധിക്കും. പിന്നെ അവിടുന്ന് നിന്റെ സമയം കൊള്ളാമെങ്കിൽ നേതാക്കന്മാർ നിന്നെ വിളിച്ച് പാർട്ടിയിലെ വലിയ വലിയ സ്ഥാനങ്ങൾ നിനക്ക് തരും. ഈ സിനിമാ നടന്മാരെ പോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു രംഗം മതി ഒരു നടനെ പെട്ടെന്ന് ശ്രദ്ധേയനാകാൻ, സൂപ്പർ സ്റ്റാർ ആവും. അതുപോലെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കാര്യം. പിന്നെ കത്തിക്കുമ്പോൾ അന്തസ്സായിട്ടൊരു കോലം കത്തിക്കണം.
നീയാണ് കത്തിക്കാൻ പോണത്. അപ്പോൾ ഒരു 500 രൂപയുടെ കോലം കത്തിച്ചാൽ പോരാ. നമുക്കൊരു ഉദ്ദേശം കുറഞ്ഞത് എത്ര രൂപയുടെ കോലം കത്തിക്കണം? ഉദ്ദേശം ഇത് 1000 പോടെ അവിടെ നിന്ന് 1000 രൂപയുടെ കോലോ? ഒരു 5000 രൂപയുടെ കോലം കത്തിക്കണം. അതിൻ്റെ ക്രെഡിറ്റ് നിനക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഏർപ്പാടുണ്ടാക്കട്ടെ. അപ്പോൾ 5000 രൂപ എപ്പോൾ തരും നീ? നാളെ അഡ്വാൻസ് തരാൻ വല്ലതും ഇരിപ്പുണ്ടോ കയ്യിൽ? 1000 രൂപ ഉണ്ട്. 1000 രൂപ ഉണ്ട്. ബാക്കി നീ നാളെ തന്നാൽ മതി. അപ്പം നമ്മൾ 5000 രൂപയുടെ കോലം കത്തിക്കാൻ പോവുകയാണ്. ഈ കോലം കത്തിക്കുന്ന ആളാരാണ്? നടരാജൻ. അപ്പം ഞാനത് കോലമൊക്കെ ഉണ്ടാക്കിക്കോളാം. നീ എന്നിട്ട് നാളെ ഒരു 8 മണിയാകുമ്പോൾ ഓട്ടോറിക്ഷ ആയിട്ട് വരണം. ഓട്ടോറിക്ഷ ആയിട്ട് വന്നാൽ നമുക്ക് കോലം കൊണ്ടുവന്ന് അങ്ങോട്ട് പോയാ ബാക്കി പ്രകടനം പരിപാടിയൊക്കെ ആക്കട്ടെ. അങ്ങനെ നീങ്ങാം. ഓട്ടോ മറ്റേ രവിയുടെ അടുത്ത് നീ പറയുമോ? അത് ഞാൻ പറയാം. എവിടെയാ നിങ്ങള്? ഞാനിവിടെ ഒരുത്തനെ കത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാ. ഞാനൊരുത്തനെ കത്തിക്കാനുള്ള ശ്രമത്തിലാ. കത്തിക്കാനോ? അതെ, ഗ്ലാമർ ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. 10,000-2000 രൂപ കൂടെ കൂടുതൽ നടരാൻ്റെ ഒന്ന് മേടിക്കായിരുന്നു. ചിരിക്കണായിട്ടില്ലേ കള്ളായി? നാളെ കത്തുമ്പോഴും ഈ ചിരി ചിരിക്കണം കേട്ടാ. നിങ്ങൾ എന്ത് ചെയ്യണം ക്ലീറ്റോ? ഇത് രണ്ടോ ഞാൻ ഈ നോക്കി നടക്കണ കത്രിക നൂലും പാത്രവും അത് എടുത്തേ. ഇതൊന്ന് സെറ്റ് ചെയ്തോട്ടെ. അതിന്റെ ഉള്ളിൽ എന്താ കണ്ട്? ഇല ഇല്ലല്ലോ. ഇല ഇത് കനകന്റെ മുണ്ടല്ലേ? അത് അവന്റെ പഴയ മുണ്ടാടി. ഞാൻ കാണാൻ തുടങ്ങിയ മുതൽ എടുക്കണത്. അവൻ ഇനിയെങ്കിലും ഒന്ന് വൃത്തിയായിക്കോട്ടെ. നിങ്ങൾ തല്ലി കൊല്ലും അവനൊന്നും കിട്ടും. അത് എടുക്കരുത് തങ്കം. മുണ്ട് ഇതെന്താന്നറിയാമോ ക്ലീറ്റോ? ദൈവമേ, അതെല്ലാം നശിപ്പിച്ച ആ മനുഷ്യൻ. അതെ, ഞാൻ വേസ്റ്റ് തുണി അവിടെ കിടന്നെടുത്തു. ഇതാണോ വേസ്റ്റ് തുണി? ഇത് സന്ധി ചേച്ചി തയ്ക്കാൻ നന്നേക്കണതാ. തയ്ക്കാൻ തോന്നുന്നത് ഞാൻ തറയിൽ കിടന്നല്ല വേസ്റ്റും കൂടെ എടുത്തു. ഇതാരാ കീറിയത്? ഇത് ഞാൻ എങ്ങനെ ഇനി തയ്ക്കും? ഞാൻ കനക എന്താണ് നിന്റെ മുണ്ട് കത്തിക്കാൻ പോടും. മുണ്ട് കത്തിക്കാനാ? അളിയന്റെ മുണ്ട് താഴെ വീണ് കിടന്നാൽ ഞാൻ അടുത്ത് എവിടെ കൊടുത്ത് തരാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഒന്നുമല്ലടാ, ഇതുണ്ടാക്കാൻ വേണ്ടിട്ട് അതിന്റെ വയറിൽ കുത്തിക്കയറ്റി വെച്ചതായത്. ഇത് പുതിയ മുണ്ടാണെന്ന്. ഇത് പഴയ മുണ്ടല്ലേ അളിയന്റെ? എന്റെ പുതിയ മുണ്ടാണ്. എനിക്ക് ഉടുത്തിട്ട് പൂതി കയറുന്നില്ല. ഇത് എന്തിനാ നീ എടുത്തത്? ഈ സാധനത്തിന് ഉണ്ടാക്കി കത്തിക്കാൻ എന്റെ തുണിയൊക്കെ എടുത്ത് കത്തിച്ചടാ. വേറെന്തൊക്കെ ബഹളം? എന്താണത്? ഞാനൊരു കോലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ല, ഇത് എന്തിനാ ഈ കോലം? ബുർജ് ഖലീഫയില്ലേ? ബുർജ് ഖലീഫ അങ്ങ് ദുബായില്. അതിന്റെ ഏറ്റവും മുകളിൽ വെക്കാനായിട്ട്. ഞാൻ എന്റെ അല്ല, അപ്പൊ അവനത് കോലം കെട്ടിക്കോട്ടെ. നീ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കണേ? എന്റെ അമ്മാവ് നോക്കിക്കേ, എന്റെ തയ്ക്കണ തുണിയൊക്കെ എടുത്തോണ്ട് വന്ന് എന്റെ ഉള്ളിൽ കുത്തി കയറ്റി വെച്ച് ഞാൻ അതുകൊണ്ട് എങ്ങനെ തയ്ക്കും? എടി, അത് തറയെ വേസ്റ്റ് തറയെ കിടന്നോണ്ടാ ഞാൻ എടുത്ത് വെച്ചത്. വേസ്റ്റ് ആണോ? എടാ, ഉടുതുണി കൊണ്ടാണ് അവിടെ കോലം ഉണ്ടാക്കണത്. വല്ല വാഴച്ചപ്പം വെച്ചുണ്ടാക്കണ? അമ്മാവ, ഞാൻ അത് വെച്ച് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതിന്റെ ഇടയിൽ കുറച്ച് വേസ്റ്റ് തുണി വെച്ച് അതിന് ഇവിടെ അവളുടെ തയ്ക്കാനെന്ന് പറഞ്ഞു വന്ന് ഞാൻ എന്ത് പറയും? നിനക്ക് നാണാവണല്ലേടാ ഈ പിള്ളേരുണ്ടാക്കി കളിക്കുന്ന പോലെ കോലം ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിട്ട്? ഒന്നുമില്ല, ഇത്ര പോരൂലേ? ഞാൻ പലതും ചെയ്യാം. അതൊക്കെ ചോദിക്കാം, നിങ്ങൾ ആരാ? നിനക്ക് ഈ കോലം കെട്ടണ നേരം വല്ല പണിക്കുമ്പോ കൂടാ. എന്റെ രാഷ്ട്രീയ കാര്യത്തിൽ ഒരൊറ്റ മനുഷ്യനെ ഇടപെടാൻ എനിക്ക് ഇഷ്ടമല്ല. ആരാ എനിക്കെന്താ? ഒരു സമാധാനമില്ലാത്ത ഓടി നിന്റെ ജോലി നോക്കി. എന്തേ അതങ്ങനെ വെക്കും. അതെന്റെ തുണിയല്ലേ? ആണല്ലേ? ഇതൊക്കെ പുതിയതാ.
ഇന്ന് വൈകുന്നേരം എനിക്ക് തുണി കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നീ ഒന്ന് താൻ എടുത്തോണ്ട് വന്നാ മതി. ആ കോലം കെട്ടി കുടുംബത്തെ നീ കോലം കെടുത്തുട്ടോ. അമ്മാവന് വേറെ ഒരു പണിയില്ല. അമ്മാവ് ഇവിടെ പറഞ്ഞ എന്തിനാണെന്ന് എനിക്കറിയാം. എന്തിനാടാ? കൊള്ളു കുടിക്കാൻ. ആ ഞാൻ എന്റെ പെങ്ങളുടെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതിനൊക്കെ വരും. അതിന് നടക്കണ്ട. പെങ്ങള് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. പിന്നെ എന്നെ പിടിച്ചങ്ങോട്ട് മൂക്ക് കയറ്റും. ആ മൂക്കി കയറ്റോ എവിടെ കയറ്റോ എന്നൊക്കെ നമുക്ക് കാണാം. എടാ എന്നോട് കളിക്കല്ലേ. നീ ഇപ്പൊ ഈ പ്രകടനം നടത്തിയിട്ട് കോലം കത്തിച്ചാ പിന്നെ നാട്ടിൽ MLA ആവുന്ന വിചാരം. ആ എന്താവും ഞാൻ കാണിച്ചു തരാം. ഇയാൾ പോവുക. കാണാടാ നീ എന്താ കാട്ടാന്ന് കാണാം. അമ്മാവാതെ വിളിച്ച വാവുണ്ട് എന്നെ. നീ അതും വിളിക്കാതില്ല അപ്പുറം ചെയ്യും. ഒന്നും കാണാനില്ല. ഒരു കോപ്പിൽ നേതാവ് വന്നേക്കും. ഞാൻ നേതാവാണോ അല്ലെന്നുള്ളത് കാണിച്ചു കാണിച്ചു തരാടാ ഞാൻ. ആ